കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. അപകടം ആസൂത്രിതമെന്നാണ് പോലീസിന്റെ നിഗമനം. മരിച്ച സോന അപകട ദിവസം പെട്രോൾ പമ്പിലെത്തി ക്യാനിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഫോറൻസിക് പരിശോധനയിലും പെട്രോൾ സാന്നിധ്യം കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ശരത് SSI വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരത്ത്, ഓരോ ദിവസവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. എല്ലാം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് ഈ ഒരു സംഭവത്തിന്റെ ഒരു ചുഴലഴിഞ്ഞു പോകുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ വിചാരിച്ച ഒരു സാധാരണ ഒരു തീപിടുത്തമാണ്, വലിയ വിഷമം തോന്നിയ ഒരു ഗർഭിണി മരിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ പിറ്റേന്ന് അടുത്ത ദിവസങ്ങളിലായിട്ട് സോനയുടെ കുടുംബം തന്നെ രംഗത്ത് വന്ന് ഈ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ ഭർത്താവ് ഈ ഒരു കൊലപാതകം നടത്തിയതായിരിക്കാം, ആസൂത്രണം ചെയ്തൊരു ക്രിമിനൽ പ്രവൃത്തി ആയിരിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു CCTV ദൃശ്യം പുറത്തു വരികയാണ്. അതിൽ സോനയാണ് പെട്രോളുമായി പോകുന്നത്. ശരിക്കും എന്താണ് സംഭവം? ഈ ഭർത്താവിന്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ടോ? അതായത് ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന പോലെ ദുരൂഹതയുണ്ടായിരുന്നു. അതായത് ആദ്യം എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാറിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ ഇന്ധന ചോർച്ച ഉണ്ടായതായും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കാറിന് തീപിടിച്ചു എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. പക്ഷേ പോലീസ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നു. ഈ ഘട്ടത്തിലാണ് മരിച്ച സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിനിടെ സോനയുടെ കുടുംബം തന്നെ രജിൻലാലിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. നേരത്തെ വിവാഹം നിശ്ചയിച്ച സമയത്ത് വിവാഹത്തിന് പിന്നാലെ മുൻപ് തരത്തിൽ രജിൻലാൽ അതിൽ പിന്മാറാൻ ചില ശ്രമങ്ങൾ നടത്തിയതൊക്കെ തന്നെ വിവരങ്ങളുണ്ട്. അങ്ങനെ സോനയും രജിൻലാലും തുടക്കം മുതൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം സോന ബന്ധു വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് രജിൻലാൽ സോനയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് പിന്നാലെയാണ് ഈ തീപിടുത്തവും മരണവും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അതോടുകൂടി തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു. പിന്നാലെയാണ് ഇപ്പോൾ സോന പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചത്. അതായത് നടുവണ്ണൂർ പേരാമ്പ്ര റോഡിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. കുടുംബത്തെ കാണിച്ച സമയത്ത് ഇത് സോന തന്നെയാണ് എന്നുള്ള കാര്യം കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായത് ആസൂത്രിതമായിട്ടാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുകയും ചെയ്തത്. അതായത് ഈ കാറിൽ തീപിടിച്ചത് പുറകുവശത്ത് നിന്ന് ആവാമെന്നുള്ളതാണ് പോലീസ് പ്രധാനമായും കണക്കാക്കുന്നത്. കാരണം കാറിന്റെ പുറകുവശത്തുള്ള ആളാണ് കത്തിക്കരിഞ്ഞ നിലയിൽ സോനയെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല പുറകുവശത്ത് ഈ പെട്രോൾ കൊണ്ടുവന്നതിൻ്റെയോ മറ്റോ ഒരു കുപ്പിയുടെ അടപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ഈ പെട്രോൾ കൊണ്ടുവന്നതിൻ്റെ ആകാം എന്നും പോലീസ് കരുതുന്നു. അങ്ങനെ ഉണ്ടായ തീപിടുത്തമാകാം ഈ വലിയ അപകടത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ തന്നെ എത്തിയത് എന്നുള്ളതാണ് പോലീസ് എന്തായാലും സംശയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 60% പൊള്ളലേറ്റ രജിൻലാൽ ചികിത്സയിലാണ്. രജിൻലാലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ പോലീസ് എന്തായാലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതിൽ ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴും ഇതിൽ ആസൂത്രിതമായ ഒരു സംഭവമാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നിലവിലെത്തി നിൽക്കുന്ന സാഹചര്യം. ഷിയാസ്, അപ്പോൾ അതാണ് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തിനാണ് സോന ഈ പെട്രോൾ വാങ്ങിയത്? സോനയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ 60% പൊള്ളലേറ്റ രജിൻലാൽ ഭർത്താവ്, അയാൾ ചികിത്സയിലാണ്. രജിൻലാലിന്റെ ഓരോ മൊഴിയും ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമാണ്.